CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ആ ശബ്ദ സന്ദേശം താങ്കൾ കേട്ടിട്ടുണ്ടാകണം. ആ വാട്സപ്പ് ചാറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആ പെൺകുട്ടി നടത്തിയ വാട്സപ്പ് ചാറ്റിലൂടെ പുറത്തു വരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, നീ ഗർഭിണിയാകാൻ തയ്യാറെടുത്തുകൊള്ളൂ. അങ്ങനെ പറഞ്ഞ് ഗർഭിണിയാക്കിയതിനു ശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. ആ പെൺകുട്ടി കരഞ്ഞു പറയുകയാണ്, തൻ്റെ ശാരീരിക അവസ്ഥകൾ മോശമാണ്, വീട്ടിലെല്ലാവരും അറിയുന്നു, പലരും തിരിച്ചറിയുന്നുണ്ട്, അമ്മയടക്കം അറിയുന്നുണ്ട്. ഒരു തെറി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പിന്നീട് പെരുമാറുകയും ചെയ്യുന്നത്. നേരത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞത് വല്ലാതെ വെള്ളപൂശിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണുപിടിയന്റെ, ആ വേട്ടക്കാരന്റെ കൃത്യമായ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ സാഹചര്യത്തിൽ? ഇത് ഒരു വ്യക്തിയുടെ ഭാഗത്തുള്ളൊരു സമീപനമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് സ്ത്രീകളോട് ഏത് നിലയ്ക്കും പെരുമാറാം. സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ കാണുന്നത്, അത് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. വ്യക്തിപരമായൊരു സൗഹൃദമുണ്ടായി, അത് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയി, ഒരു കുട്ടി ഗർഭിണിയായി, അതിൽ കെണിയിലായല്ലോ എന്ന് കരുതിയിട്ട് ഗർഭചിത്രത്തിൽ നിർബന്ധിച്ച അനുഭവമാണ് മുമ്പുണ്ടായതെന്നാണ് സമൂഹം മനസ്സിലാക്കിയത്. ഇപ്പോൾ അതിന് നേർവിപരീതമായി ഒരു പെൺകുട്ടിയെ സൗഹൃദവും സ്നേഹവും നടിച്ച് വലയിലാക്കുന്നു. എന്നിട്ട് എന്റെ ഒരു കുട്ടി നിന്നിൽ ഉണ്ടാകാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനം ആ കുട്ടി ഗർഭിണിയാകുന്നു. ആശിച്ച് മോശിച്ച് ആ കുട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന മാതാവിനോടാണ് ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നത്. വളരെ ബോധപൂർവം കെണിയിൽപ്പെടുത്തുക, ആ കുട്ടി ഗർഭിണിയാവുക, ഗർഭിണിയായി കഴിയുമ്പോൾ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുക, അവരുടെ ശാരീരികാവസ്ഥകളെക്കുറിച്ച്, സ്ത്രീത്വത്തെക്കുറിച്ച്, മാതൃത്വത്തിന്റെ വേദനകളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ല. അധികാരമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ, കൂടെ മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ എന്തുമാകാം. ഈ മാധ്യമ പരിവേഷത്തിന്റെ ഭാഗമായി ലഭിച്ച ശക്തി ഉപയോഗിച്ച് ദുർബലയായ ഒരു സ്ത്രീയുടെ മേലെ ഇത്ര കിരാതമായ കടന്നാക്രമണം നടത്തിയ ഒരു അനുഭവം ഒരുപക്ഷെ ചരിത്രത്തിലുണ്ടാവില്ല. MLA സ്ഥാനം ഉപയോഗിച്ച്, കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഉപയോഗിച്ച്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച്, പണം ഇഷ്ടം പോലെ കൈവശമുണ്ട് എന്നതുകൊണ്ട് ആ പണം ഉപയോഗിച്ച്, കൂട്ടാളികൾ ഉപയോഗിച്ച് ആരെയും വലയിലാക്കുന്ന ഒരു ചിലന്തിയുടെ മാനസികാവസ്ഥയാണ് ഈ വ്യക്തിക്കുണ്ടായത്. ആ വ്യക്തിയെ ന്യായീകരിച്ച് മുഴുവൻ ആളുകളും തുറന്നു കാട്ടപ്പെടുകയാണ് ഈ പുതിയ സന്ദേശം പുറത്തു വരുന്നതിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഒരുപക്ഷെ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കൃഷി ചെയ്ത് ഇറക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇത്രയധികം തെളിവുകൾ വന്നിട്ടും നേരത്തെ നമ്മളെല്ലാം കരുതിയിരുന്നത് പോലെ ഒരു ഗർഭചിത്രം നടത്തേണ്ടി വന്നു, ഒരു പെൺകുട്ടിയുമായി സൗഹൃദം. പക്ഷേ വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ആ പെൺകുട്ടിയെ വലയിലാക്കുന്നു. അവളോട് തന്നെ വാട്സപ്പ് ചാറ്റിലൂടെ പറയുന്നു, നീ ഗർഭിണിയാകാൻ തയ്യാറെടുക്കൂ, നമുക്കൊരു കുഞ്ഞ് വേണം. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, പിൽസാണ് മുഖ്യം, ഗുളിക വേണമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് കൃത്യമായി തന്നെ പറയുന്നു. അതിനുശേഷമാണ് നടക്കുന്ന സംഭവവികാസങ്ങൾ. ഇവിടെ ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടും MLA സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ചോദ്യമുണ്ട്. കോൺഗ്രസ് പുറത്താക്കേണ്ടതല്ലേ അയാളെ? ഇവിടെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ സമീകരണ വിദ്യ കണ്ടോണം. കോവളം MLA ഉണ്ട്, പെരുമ്പാവൂർ MLA ഉണ്ട്. ആ രണ്ട് MLA-മാരും യഥാർത്ഥത്തിൽ MLA-മാരായിരിക്കുമ്പോഴാണ് സ്ത്രീകളോട് ഇങ്ങനെ തെറ്റായി പെരുമാറിയത്. അതിന്റെ ഭാഗമായ കേസിലാണ് അവർ പെട്ടുപോയത്. അപ്പൊ യഥാർത്ഥത്തിൽ 3 പേരായി കോൺഗ്രസിൽ. അതിലൊരാൾ മാത്രം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ സാങ്കേതിക പ്രശ്നം കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷം ഇത്തരക്കാരാകുമോ എന്ന് സംശയം ജനങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് തങ്ങളുടെ MLA-മാരുടെ യഥാർത്ഥ മിനിമം യോഗ്യത ഇതാണോ. ഇപ്പൊ 3 MLA-മാരായി. ഇതിനെ സമീകരിക്കാൻ വേണ്ടി 20 കൊല്ലം മുമ്പ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുടെ പേരിൽ മുകേഷിന്റെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ അതിന് ഉപയോഗിക്കുകയാണ്. മുകേഷ് MLA സ്ഥാനം ഉപയോഗിച്ചോ MLA എന്ന നിലയ്ക്കോ ഉണ്ടായ ഒരു സംഭവങ്ങളുമല്ല, സിനിമാ രംഗത്തുണ്ടായ ബന്ധങ്ങളുടെ ഭാഗമായ ഒരു ആക്ഷേപമാണ്. അതിന്റെ ഉള്ളുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിനെ സമീകരിക്കുകയാണ്. മലയാള മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, വലതുപക്ഷത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമീകരണ വിദ്യയ്ക്കും പിടിതരാത്ത പ്രഹേളികയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം വൈകൃതങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പുതുതായി ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും പുറത്തു വരാനിരിക്കുന്നത് ധാരാളം ഉണ്ടാകാം. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ക്രൂരതകളുടെ മുഖം വ്യക്തമാകുന്ന ഒരു ഓഡിയോ സന്ദേശവും ഒരു വാട്സപ്പ് ചാറ്റുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു, പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടി അവസ്ഥ വിശദീകരിക്കുമ്പോൾ തെറി പറഞ്ഞുകൊണ്ട് നേരിടുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ഇപ്പോൾ കണ്ടത്.